والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. أزفت الآزفة ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا. സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, സർവശക്തനായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിനെ ഭയപ്പെട്ട് ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുന്നു. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉപദേശങ്ങൾ എന്നിട്ട് കേൾക്കുന്നതിനെ ജീവിതത്തിൽ പകർത്താനും ശ്രദ്ധ ചെലുത്തുക റബ്ബ് അതിന് നമ്മെ സഹായിക്കട്ടെ. നാം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹിസ്റ്ററിയാണല്ലോ, സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ പ്രാവശ്യം നാം ഇവിടെ ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിതാവ് അവരുടെ ഉമ്മയുടെ പള്ളയിലുള്ള സമയത്ത് തന്നെ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ ഗർഭം ധരിച്ച സമയത്ത് തന്നെ വാപ്പ വഫാത്തായി എന്നതും, ശേഷം അവരുടെ തുഫൂലത്ത് അഥവാ അവരുടെ ചെറുപ്പമുള്ള ജീവിതത്തിൽ, കുട്ടിപ്രായത്തിൽ അവർക്ക് ആര് മുല കൊടുത്തു എന്നതും, മുല കൊടുക്കാൻ വേണ്ടി അവർ ബനു സഅദ് ഗോത്രത്തിൻ്റെ അടുക്കലേക്ക് ചെന്നതും, അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരവരെ ഏൽപ്പിച്ചതും, അവരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹൃദയം കീറിയതും, ജിബ്രീൽ അലൈഹിസ്സലാം ഓപ്പറേഷൻ നടത്തി, നമ്മുടെ ഭാഷയിൽ നെഞ്ച് കീറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹൃദയത്തെ കഴുകിയതും എല്ലാം നാം ഏകദേശം മനസ്സിലാക്കി. വളരെ ഷോർട്ടായിട്ടാണ് അതൊക്കെ പറഞ്ഞിരുന്നത്. അതിൽ നിന്നിട്ട് ഷഖ്ഖു സദ്ർ എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഹൃദയ ശുദ്ധീകരണം നടത്തപ്പെട്ട വാർത്ത സഹീഹായ ഹദീസുകളിലൂടെയാണ് നാം ഇവിടെ മനസ്സിലാക്കിയതും, അതിലൂടെ സംസമിൻ്റെ പ്രത്യേകതയും നാം ഗ്രഹിക്കാനുള്ളതായ ചാൻസ് നമുക്ക് ലഭിച്ചു. അപ്പോൾ സംസമിനെ കുറ്റം പറയുന്ന, തരം താഴ്ത്തുന്ന, ആക്ഷേപിക്കുന്ന ബുദ്ധിപൂജകന്മാരും അഖലാനികളും യഥാർത്ഥത്തിൽ സംസമിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ ധാരാളം തെളിവുകൾ അത് സ്ഥാപിക്കുന്ന ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവരുടെ കൂടെയുണ്ടെങ്കിലും അവരെ അന്ധമായി അവകളെ നിഷേധിക്കുകയും ലൈഫാക്കുകയും വിരോധിക്കുകയും ചെയ്യുന്നത് കാരണത്താലാണ് അവർക്ക് സത്യം ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് എന്നും, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്നിട്ടിറക്കിയതായ, ജിബ്രീലിലൂടെ ഇറക്കിയതായ സ്വർഗീയ പാത്രത്തിൽ അതിലുപയോഗിക്കാൻ വേണ്ടി ഭൂമിയുടെ വെള്ളത്തിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചപ്പോൾ ഭൂമിയിലുള്ള വെള്ളത്തിൽ നിന്നിട്ട് റബ്ബ് സെലക്ട് ചെയ്തത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോടുള്ള കൽപ്പന അനുസരിച്ച് സംസമിനെയായിരുന്നു എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിനുശേഷം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മയുടെ അടുക്കിലേക്ക് കുട്ടിയെ മടക്കി കൊണ്ട് എത്തിക്കുകയും, അതോടൊപ്പം കുട്ടി പിന്നെ ജീവിച്ചത് ഉമ്മയുടെ കസ്റ്റഡിയിലും അവരുടെ ഹളാനത്തിലുമായിരുന്നു. 6-ാമത്തെ വർഷം 6-ാമത്തെ വയസ്സായപ്പോൾ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് 6-ാമത്തെ വയസ്സായപ്പോൾ ഉമ്മയും ഇഹലോകവാസം വെടിഞ്ഞു എന്നും നാം സൂചിപ്പിച്ചിട്ടുണ്ട്. അവരിവിടെ മദീനയിലേക്ക് വന്ന് മദീനയിൽ നിന്നിട്ട് മക്കയിലേക്ക് മടങ്ങിപ്പോകുന്ന പോക്കിൽ അൽ അബവ എന്ന സ്ഥലത്ത് വെച്ച്, ഇന്നത്തെ ഭാഷയിൽ മസ്തൂറ എന്ന് വേണമെങ്കിൽ പറയാം,
അത് റാബഗ്, മസ്തൂറ, യംബു, പഴയ ഹിജ്റ റോഡല്ല, പഴയ റോഡല്ല, മറിച്ച് അത് പഴയ റോഡാണ്, ഹിജ്റ റോഡല്ല. ഹിജ്റ റോഡിൽ പോകുമ്പോൾ ആ പേരിലൂടെയുള്ളതായ ലൗഹകൾ, ബോർഡുകൾ കാണാമെന്നല്ലാതെ ആ സ്ഥലം നേർക്കുനേരെ ആ സ്ഥലത്തിൽ കൂടി നാം വിട്ടുകിടക്കാറില്ല. അത് ചരിത്ര ഗ്രന്ഥങ്ങൾ സ്ഥിരീകരിച്ച ഭാഗമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ വഫാത്തായ രംഗത്തെക്കുറിച്ച് പറഞ്ഞതായ കാര്യങ്ങളൊക്കെ സഹീഹ് മുസ്ലിമിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചെറുപ്പകാലത്തോടുള്ള വിടവാങ്ങലിന് മുമ്പ് തന്നെ അബ്ദുൽ മുത്തലിബ് എൻ്റെ നേതൃത്വത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷിക്കുന്നതായ ജീവിതം കഴിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബും അദ്ദേഹത്തിൻ്റെ 82ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അബ്ദുൽ മുത്തലിബിൻ്റെ 82ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ 8ാമത്തെ വയസ്സിലാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മരണമുണ്ടാകുന്നത്. നാം ഇവിടെ പഠിച്ചു അബ്ദുൽ മുത്തലിബും അദ്ദേഹവും റസൂലുള്ളാഹിയുമായുള്ളതായ ആ സ്നേഹവും ബന്ധവും എത്രമാത്രമായിരുന്നു എന്നും സ്വന്തം മക്കളെക്കാൾ ആദരിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളും സീറയുടെ ഗ്രന്ഥങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നും അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബഹുമാനിച്ച് ആദരിച്ച് ആദരണീയതയും സ്റ്റാൻഡേർഡും നൽകിയും കൊണ്ട് മക്കൾക്ക് വരെ നൽകാത്തതായ സ്റ്റാൻഡേർഡ് അബ്ദുൽ മുത്തലിബ് നൽകാറുണ്ടായിരുന്നു പേരക്കുട്ടിയായ മുഹമ്മദിന് എന്നും നാം ഇവിടെ മനസ്സിലാക്കി വെച്ചു. എന്നാൽ അബ്ദുൽ മുത്തലിബ് യഥാർത്ഥത്തിൽ സ്നേഹിച്ച സ്നേഹത്തിനെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. അത് ചില ഹദീസുകളിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമുണ്ട് താനും. കുട്ടിപ്രായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒട്ടകത്തിൻ്റെ കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി വിട്ടു. ഒട്ടകവും നഷ്ടപ്പെട്ടു, കുട്ടിയെ കാണാനുമില്ല. അങ്ങനെ കുട്ടിയെ കാണാത്തത് കാരണത്താൽ മഹാപ്രയാസത്തിലായിരുന്നു അബ്ദുൽ മുത്തലിബ്. കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ കുറേ സമയങ്ങൾ എന്ന് ഹദീസിൻ്റെ ശൈലിയിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ സന്ദർഭത്തിൽ റിപ്പോർട്ടകൻ കിന്ദീർ ഇബ്നു സഅദി എന്ന സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജിന് വേണ്ടി പോയപ്പോൾ മസ്ജിദുൽ ഹറാമിൽ ജാഹിലിയ കാലഘട്ടത്തിലുള്ള തവാഫും ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഹജ്ജൊക്കെ നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടായിരിക്കാം. ആ സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബ് തവാഫ് ചെയ്യുകയായിരുന്നു ഹജ്ജിന് ശേഷം. ആ തവാഫിൽ അദ്ദേഹം കഅബത്തെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കവേ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അദ്ദേഹം പറയുകയുണ്ടായി, റബ്ബി റുദ്ദ റാക്കിബി മുഹമ്മദ റുദ്ദഹു ലി വസ്തനി ഇൻദി യദ, എൻ്റെ കുട്ടി മുഹമ്മദിനെ നീ മടക്കി തരണം എന്ന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കവേ പ്രാർത്ഥിച്ചു എന്നാണ്. എന്നാൽ ഈ പ്രാർത്ഥന കേട്ട ഉടനെ തന്നെ ഇദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിലുള്ളതായ സംഭവമാണ് പറയുന്നത്. ഇസ്ലാമിന് മുമ്പ് അദ്ദേഹം മുസ്ലിമായ വ്യക്തിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് കിന്ദീർ ഇബ്നു സഅദി എന്നാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ അവരെക്കുറിച്ച് അന്വേഷിച്ചു, ആരാണ് ഈ സംസാരിക്കുന്നത്, ആരാണ് ഈ പദ്യം ചൊല്ലിയത് എന്ന്. അപ്പോൾ പറയപ്പെട്ടു അത് അബ്ദുൽ മുത്തലിബാണ്. പിന്നെ മുസ്ലിമായ ശേഷം മനസ്സിലാക്കാൻ പറ്റി ആ സംഭവത്തെ ഘടിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് എന്ന പേരിൽ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുഹമ്മദ് നഷ്ടപ്പെട്ടു, മുഹമ്മദിനെ മടക്കിത്തരണം എന്ന് തവാഫ് ചെയ്തുകൊണ്ട് അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. നമുക്കറിയാം മക്കക്കാര് അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹുവാണ് ഷിട്ടാവ് എന്ന് വിശ്വസിക്കുന്നവരാണ്, അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്ന ആളെന്ന് വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത്. ബാക്കിയുള്ള മറ്റു ബിംബങ്ങളെല്ലാം മധ്യത്തിൽ അവർ ഉപയോഗിക്കാറുള്ളതായ വസീല മാത്രമാണെന്ന് ഖുർആൻ തന്നെ സ്ഥാപിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ
ശൈലിയിൽ ഖുർആൻ പറഞ്ഞ ശൈലി പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ നിർബന്ധ ചുമതലയാണ്. കാരണം ഇന്നത്തെ യുഗത്തിൽ വരേക്കും, ആധുനിക യുഗത്തിൽ വരേക്കും ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാത്ത ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഇസ്ലാമിലേക്ക് പേര് ചേർത്തത് പറയുന്നവർ ധാരാളമുണ്ട്. അവിടെ നിന്നൊക്കെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അവർക്ക് ക്ലിയറാക്കാനും അവരിൽ അപകടത്തിൽ നിന്നിട്ട് ശിർക്കിൽ നിന്നിട്ട് മുക്തരാവാനും അനിവാര്യമായ ഭാഗങ്ങളാണ്. ഇത്തരം ചാൻസ് കിട്ടുമ്പോൾ അത് സീറ പറയട്ടെ, ചരിത്രം പറയട്ടെ, ഹിസ്റ്ററി പറയട്ടെ, താരീഖ് പറയട്ടെ, എന്ത് പറഞ്ഞാലും നമ്മുടെ പ്രധാന ലക്ഷ്യം വിട്ട് കളിക്കരുത്, നമ്മുടെ പ്രധാന തത്വം വിട്ട് കളിക്കരുത്, നമ്മുടെ പ്രധാന ആദർശം വിട്ട് നാം കളിക്കരുത്. അത് നാം അവരുടെ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ മക്കക്കാര് പണ്ട് തന്നെ അള്ളാഹുൽ വിശ്വാസമുള്ളവരായതുകൊണ്ട് ജാഹിലിയ്യ കാലഘട്ടത്തിൽ അവര് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വേളയിൽ നമുക്കറിയാം, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ എന്താണ് നാം പഠിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ചിട്ട് മക്കക്കാര് ഉംറ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുമ്പോൾ, ഇത് ശിർക്കൻ ഹജ്ജായിരിക്കാം, ആ സന്ദർഭത്തിൽ അവരുടെ തൽബിയത്ത് എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക എന്നതാണ്. അപ്പോൾ ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക ഇന്ന് ഇന്ത്യക്കാരായ നമുക്ക് പരിചയമുള്ളതായ ഇതര മതസ്ഥർ അഥവാ ബഹുദൈവ വിശ്വാസികൾ പറയുന്ന അവരുടെ നേതൃത്വങ്ങൾ, അവരുടെ കൂടെയുള്ളതായ വേദഗ്രന്ഥങ്ങൾ എല്ലാം പറയുന്ന ഭാഗമാണ് എന്ത്? പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ ഏകദൈവനോട് മാത്രമാണ്. മറ്റുള്ളതായ ദൈവങ്ങൾ അവർക്ക് ആ വലിയ ദൈവമാകുന്ന അള്ളാഹു, നമ്മുടെ ഭാഷയിൽ അള്ളാഹു കൊടുത്ത കഴിവേ ഉള്ളൂ എന്ന് ഇപ്പോഴുവരേക്കും നമുക്ക് പരിചയമുള്ള നമ്മുടെ പരിസരത്തിൽ ജീവിക്കുന്നതായ ഇതര മതസ്ഥർ വിശ്വസിക്കുന്ന വിശ്വാസമാണ്. അതേ വിശ്വാസമായിരുന്നു മക്കക്കാർക്ക് പണ്ടുണ്ടായത്. അതുകൊണ്ടാണ് മക്കക്കാര് തവാഫ് ചെയ്യും, സഈ ചെയ്യും. ആ സന്ദർഭത്തിലൊക്കെ അവര് എന്ത് പറയാറുണ്ട്? ഇല്ലാ ശരീക്കൻ, ചില ബിംബങ്ങളെ ഞങ്ങൾ ഒഴിവാക്കൂല, അവരെ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂല. അവർക്കാണെങ്കിൽ സ്വന്തം കഴിവില്ലതാനും, നീ കൊടുത്ത കഴിവ് മാത്രമേ അവർക്കുള്ളൂ. എന്നാലും അവരെ ഞങ്ങൾ ഒഴിവാക്കാതെ അവരെ മധ്യത്തിൽ വെച്ചിട്ട് നിന്നോട് ചോദിക്കുക എന്ന സമ്പ്രദായം. എന്തിനാണ് നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ മറുപടി നൽകാറുണ്ട്. എന്ത്? മാന അബുദുഹും, ഞങ്ങൾ ആ ബിംബങ്ങളെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ ആ ബിംബങ്ങളിലൂടെ അടുപ്പിക്കാൻ വേണ്ടി, അവരെ ആരാധിക്കലിലൂടെ, അവരോട് പ്രാർത്ഥിക്കലിലൂടെ ഞങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള ഒരു മാധ്യമമായിട്ട് മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ എന്നവർ പറയാറുണ്ട് എന്ന്. ചുരുക്കത്തിൽ ഈ രൂപത്തിലുള്ള, ഈ ശൈലിയിലുള്ളതായ പ്രാർത്ഥനയാണ് അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചതായ സന്ദർഭത്തിൽ കേൾക്കുന്നതായ ശ്രോതാവിന് മനസ്സിലായി മുഹമ്മദ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞപ്പോൾ മുഹമ്മദിനെ മടക്കി കെട്ടി. പതിവനുസരിച്ചിട്ട് അബ്ദുൽ മുത്തലിബ് പറയാണ്, പതിവനുസരിച്ചിട്ട് വല്ലപ്പോഴും വല്ലതും ഞങ്ങൾ നഷ്ടപ്പെട്ടാൽ, ആടാവട്ടെ അല്ലെങ്കിൽ ഒട്ടകമാവട്ടെ നഷ്ടപ്പെട്ടാൽ, മുഹമ്മദിനെ വിട്ടാൽ ഉടനെ തന്നെ മുഹമ്മദ് മടക്കി കൊണ്ടുവരാറുണ്ട്. ആ പ്രതീക്ഷ വെച്ചിട്ടായിരുന്നു ഞാൻ അയച്ചിരുന്നത്. അതേ സമയത്ത് കുട്ടിയെ മടക്കി കെട്ടിയപ്പോൾ കുട്ടിയെ നോക്കിയിട്ട് അബ്ദുൽ മുത്തലിബ് പറയാണ്, ഈ വാക്ക് യഥാർത്ഥത്തിൽ ഈ ഹദീസ് സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്നതും, ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസ് സഹിയാണെന്ന് പറയുന്നതും. അപ്രകാരം തന്നെ അതിനെ മറ്റു പണ്ഡിതന്മാര് അംഗീകരിച്ചതൊക്കെ നമുക്ക് കേൾക്കാൻ പോകുന്നത് പോലെ. ഏതായാലും ഇരിക്കട്ടെ, അബ്ദുൽ മുത്തലിബ് പറയാണ്, ഞാൻ കുട്ടിയെ കണ്ടപ്പോൾ അല്ലെങ്കിൽ അബ്ദുൽ മുത്തലിബ് ഈ കുട്ടിയെ മടക്കി കിട്ടിയപ്പോൾ പറഞ്ഞ വാക്കായിട്ട് ഈ നിങ്ങൾ കേൾക്കുന്നതായ ഹദീസിൽ കാണുന്നു, ഞാൻ വല്ലപ്പോഴും ഈ കുട്ടിയെ വിടുകയാണെങ്കിൽ തന്നെ ഞാൻ പേടിച്ചിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? അന്വേഷിക്കാൻ വേണ്ടി വിടാറുള്ളത്. അത്രയും ഈ കുട്ടിയെ ഞാൻ സ്നേഹിക്കാറുണ്ട്. ഞാൻ ഏത് രൂപത്തിൽ പെണ്ണുങ്ങളെ, അത് അറബികൾ പറയുന്ന ശൈലിയാണ്, അത് നാമും മനസ്സിലാക്കേണ്ടതാണ്. അഭിമാനത്തെ സംരക്ഷിക്കുക, നമ്മുടെ സ്വന്തം ഭാര്യമാരെ, പെൺമക്കളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ ഒക്കെ നാം സംരക്ഷിക്കുക, അഭിമാനത്തെ സംരക്ഷിക്കുക എന്നതാണല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ രൂപത്തിൽ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം, മിനയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുമായിട്ട് മക്കക്കാരോട് ബൈഅത്ത് നടത്തിയപ്പോൾ, അഥവാ പുതുമുസ്ലിങ്ങളോട് ബൈഅത്ത് നടത്തിയപ്പോൾ, അല്ലേ, 11
നുബുവത്തിന്റെ 11-ാം വർഷം, 12-ാം വർഷം, 13-ാം വർഷം, 3 വർഷങ്ങളിലൂടെയാണല്ലോ അവിടെ വെച്ചിട്ട് ബൈഅത്തുണ്ടായത്. എവിടെ? മിനയിൽ വെച്ചിട്ട് അല്ലേ? ഹജ്ജ് സീസണിൽ. ആരുമായിട്ട്? പുതുമുസ്ലിങ്ങളായ മക്കക്കാരുമായിട്ട്. അതിൽ 2-ാമത്തെ വർഷത്തിൽ ചെയ്തതായ ആ ബൈഅത്തിന്റെ പേരെന്താണ്? ബൈഅത്തുൻ നിസാ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-ാമത്തെ വർഷം ബൈഅത്തുൻ നിസാ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മദീനയിലേക്ക് വന്നോളീൻ, ഞങ്ങളെ സ്വന്തം പെണ്ണുങ്ങളെ സംരക്ഷിക്കും പോലെ സംരക്ഷിക്കാം എന്ന് അവര് പറഞ്ഞു എന്നാണ്. ആര്? മദീനക്കാരായ പുതുമുസ്ലിങ്ങളായ സഹാബാക്കൾ. ഏതായാലും ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഈ അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് പറയപ്പെടുന്നതായ സംഭവത്തിന്റെ സമാപനത്തിൽ പെണ്ണുങ്ങളെ സംരക്ഷിക്കും പോലെ ഞാൻ മുഹമ്മദിനെ സംരക്ഷിക്കാറുണ്ട്, മുഹമ്മദിന്റെ കാര്യത്തിൽ പേടിക്കാറുമുണ്ട് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ്. അതെ, ഞാൻ പറഞ്ഞതുപോലെ ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്നു, അതിനെ ഹാക്കിം സഹീഹാക്കുന്നു. നിങ്ങൾ കേട്ടതായ സംഭവത്തെ അതുപോലെ തന്നെ ദഹബി അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്രകാരം തന്നെ തബറാനിയാണ് റിപ്പോർട്ടകൻ, അദ്ദേഹവും ഈ ഹദീസ് ഹസനാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ നാം എവിടേക്കെത്തി? ഷോർട്ടായിട്ടാണ് സംഭവമൊക്കെ പറയുന്നത്. അബ്ദുൽ മുത്തലിബിൻ്റെ 82-ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരിക്കുകയാണ്. മരിക്കുന്നതായ സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു? കുട്ടിയോടുള്ളതായ സ്നേഹത്തിൻ്റെ കടുപ്പം കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, ഈ കുട്ടിയെ സംരക്ഷിക്കേണ്ട കാര്യത്തിൽ ആരോട്? അബൂ താലിബിനോട്. അപ്പോൾ എളാപ്പ, ആരുടെ എളാപ്പ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ എളാപ്പ അബൂ താലിബിനോട് കുട്ടിയെ സംരക്ഷിക്കേണ്ട കാര്യം ഏൽപ്പിക്കുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിൻ്റെ കസ്റ്റഡിയിലാണ് ജീവിച്ചത്. ഈ ഭാഗം, ലാസ്റ്റ് ഭാഗം, അത് തബഖാത്ത് ഇബ്നു സഅദിൽ നമുക്ക് കാണുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ സന്ദർഭത്തിൽ 8 വയസ്സാണ് എന്നും കാണുന്നു. എന്നാൽ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയും മരിച്ചു, വാപ്പയും മരിച്ചു. ശരിക്ക് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന വലിയാപ്പയും മരിച്ചു, വാപ്പയുടെ വാപ്പയും മരിച്ചു. അപ്പോൾ അക്ഷരത്തിലും അർത്ഥത്തിലും യതീമായി. അള്ളാഹു പറഞ്ഞതുപോലെ, നിങ്ങളെ എന്താണ് സൂറത്തുൽ ദുഹയിൽ പറഞ്ഞത്? അലം യജിദ്ക യതീമൻ. യതീമൻ മുഫസ്സിറുകൾ പറയുന്നു, പണ്ഡിതന്മാർ പറയുന്നു, യതീമി എന്ന ആ പദം അക്ഷരത്തിലും അർത്ഥത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഫിറ്റായിട്ടുണ്ട്. എന്തുകൊണ്ട്? റസൂലുള്ള ജനിക്കുമ്പോൾ തന്നെ ഉപ്പയില്ല എന്നതുകൊണ്ട്. ജനിക്കുമ്പോൾ തന്നെ ഉപ്പ മരണപ്പെട്ടു, വാപ്പ മരണപ്പെട്ടു എന്നതുകൊണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്ക് യതീമായിട്ട് തന്നെയാണ് പിന്നെ വളരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചെറുപ്പത്തിൽ തന്നെ ബാധ്യത ഏറ്റെടുക്കേണ്ട വന്നു, ബാധ്യത ഏറ്റെടുക്കാനുള്ള ചിന്ത വന്നു. ആ ബാധ്യത ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അതിന് വേണ്ടി അവർക്ക് ശിക്ഷണം നൽകാൻ വേണ്ടി ഏറ്റെടുത്ത അബൂ താലിബ് ആട് മേയ്ക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അത് കാരണത്താൽ നിങ്ങൾക്കറിയാം, ഒരു വ്യക്തി ആടിനെ മേയ്ക്കുമ്പോൾ ചിലപ്പോൾ അബൂ താലിബിനെ പോലത്തെ കാശുള്ള മനുഷ്യന്മാർ, അബ്ദുൽ മുത്തലിബൊക്കെ മക്ക നേതാക്കളാണല്ലോ, അവരുടെ ആടുകളൊക്കെ 5ഉം 10ഉം അല്ലായിരിക്കുമല്ലോ. നാമൊക്കെ പണ്ട് ആടിനെ മേയ്ക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ 10ഓ 12ഓ 15 ആയിരിക്കും ആട്. ഇപ്പോൾ അങ്ങനെയല്ല. പിന്നെയോ അവിടെ 100 കണക്കിൽ അല്ലെങ്കിൽ അതിലും കൂടുതൽ ആടുകളുണ്ടായിരിക്കും. അപ്പോൾ എന്തു വേണ്ടി വരും? ചെറുപ്പത്തിലേ 8-ാം വയസ്സിൽ തന്നെ, കുട്ടിപ്രായത്തിൽ തന്നെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട്, ആണത്തുള്ള വ്യക്തിയായിട്ട്, ചിന്തിക്കുന്ന വ്യക്തിയായിട്ട് ഒരു റഈൽ ഗനം എന്നാ പറയൽ തന്നെ. റഈ എന്ന് പറഞ്ഞാൽ എന്താണ്? മേയ്ക്കുക എന്നാണ്. മേയ്ക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാം കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട്, നാം ഭരണകർത്തൃത്വം ഏറ്റെടുക്കുന്ന വ്യക്തിയാണ്, ഓരോരുത്തരും ഭരണകർത്തൃത്വം ഏറ്റെടുക്കുന്ന വ്യക്തിയാണെന്നാണ്. ഒക്കുല്ലും മസ്ഊലുൻ അൻ റഇയ്യതിഹി, അവൻ്റെ ഭരണീയരെ കുറിച്ച്, അവരുടെ കീഴിൽ ജീവിക്കുന്നവരെ കുറിച്ച് ഓരോ വ്യക്തിയോടും ചോദിക്കപ്പെടുകയും ചെയ്യുന്നു റസൂൽ പറയുന്നു, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, സഹിഹായ ഹദീസിൽ. അപ്പോൾ നാം നമ്മുടെ വീട്ടിൽ, നമ്മുടെ കസ്റ്റഡിയിൽ ജീവിക്കുന്നവർക്കുള്ളതായ ആ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുക എന്നത്, അതിന് ഭരണമെന്ന, റഈ എന്ന അല്ലെങ്കിൽ
മേയ്ക്കുക എന്ന ശൈലിയാണ് ഹദീസിൽ കാണുന്നത്. അത് തന്നെയാണ് ആടിനെ മേയ്ക്കുക എന്നതിനും ഉപയോഗിക്കുന്നതായ പദം. കാരണം ആടിനെ മേയ്ക്കാൻ എന്ത് വേണം? നല്ല ചിന്ത വേണം, നല്ല ബുദ്ധി വേണം, നല്ല ദൂരം ആടുകളെ ഒറ്റക്ക് വിട്ട് കളഞ്ഞാൽ ചെന്നായി തിന്നു കളയും, അല്ലെങ്കിൽ കള്ളന്മാർ കൊണ്ടുപോയി കളയും, അപകടത്തിൽപ്പെട്ടു പോകും. അപ്പോൾ സൂക്ഷ്മതയോടുകൂടി കൂട്ടത്തോടു കൂടി തന്നെ കൊണ്ടുപോകാൻ, അവർക്ക് ഭക്ഷണം നൽകുന്ന ഭക്ഷണം ശരിക്ക് തീറ്റിക്കാൻ, ഭക്ഷണമുള്ള കൃഷിയുള്ള അവർക്ക് ശരിക്ക് റഈ നടത്താൻ പറ്റുന്ന ഭൂമികളെ നോക്കി അന്വേഷിച്ച് അവരെ തെളിച്ച് കൊണ്ടുപോകേണ്ടി വരും. കൂട്ടത്തോടു കൂടി അവരെ മടക്കേണ്ട സമയത്ത് മടക്കേണ്ടി വരും. ഇതെല്ലാം ശ്രദ്ധിക്കുക എന്നത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് ചെറുപ്പത്തിലേ കിട്ടിയതായ ഒരു ട്രെയിനിങ് കൂടിയാണ്. അത് നബിമാർക്കെല്ലാം അള്ളാഹു നൽകുന്ന പ്രത്യേകതയാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഏത് നബിയും മുമ്പ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച നബിമാരെല്ലാം ആടുകളെ മേയിച്ചിട്ടുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതിൻ്റെ അർത്ഥം ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉമ്മത്തുകൾക്ക് സുന്നത്താണ് ആടിനെ മേയ്ക്കലെന്നല്ല. മനസ്സിലായില്ലേ? അങ്ങനെ അതിൻ്റെ പേരും പറഞ്ഞിട്ട് ആടിനെ മേയ്ക്കുന്നവരായിട്ട് കാട് കയറണമെന്ന ശൈലിയും മനസ്സിലാക്കൽ തെറ്റാണ്. അതൊക്കെ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആടിനെ മേയ്ക്കേണ്ട ചുറ്റുപാട് ഒരാളിൽ ഉണ്ടായി. അയാൾ താമസിക്കുന്ന ഗ്രാമദേശത്താണ്. ഗ്രാമപ്രദേശമാകുമ്പോൾ അവിടെ ധാരാളം ആടുകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആടുകളെ മേയിച്ചുള്ള സമ്പാദ്യമാണ് സമ്പാദിക്കാൻ ഏറ്റവും എളുപ്പം. എന്നാൽ സമ്പാദിച്ചോ? ഏതുപോലെ റസൂലും അതിനു മുമ്പുള്ള നബിമാരെല്ലാം ജീവിച്ചതായ ആ കാലഘട്ടം അവിടെ പ്ലെയിനില്ല, കാറില്ല, ബസ്സില്ല, മറ്റു ആധുനിക യന്ത്രങ്ങളൊന്നുമില്ല. അന്ന് അങ്ങനെയുള്ള കാലഘട്ടമാകുമ്പോൾ അവരുടെ ജീവിത രീതി എന്താണ് നോക്കൂ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, അയാൾ കലീമുള്ള, അദ്ദേഹം കലീമുള്ളയല്ലേ? കലീമുള്ള, അള്ളാഹിനോട് ഭൂമിയിൽ നിന്നിട്ട് നേരിട്ട് സംസാരിച്ച ഏക വ്യക്തിത്വമാണ് ആര്? മഹാനായ കലീമുല്ലാഹി മൂസ. അദ്ദേഹം കല്യാണം കഴിച്ചപ്പോൾ ഖുർആനിൽ തന്നെ ആ കഥ പറയുന്നുണ്ട്. എന്ത്? കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ പകരമായിട്ട് അഥവാ മഹറായിട്ട് എന്ത് നൽകണം? ഒന്നിരിക്കലോ 10 വർഷം അല്ലെങ്കിൽ 8 വർഷം എന്ത് ചെയ്യുക? എൻ്റെ ആടിനെ നിങ്ങൾ മേയ്ക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ പറഞ്ഞ വാർത്ത ഖുർആനിലുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന വാർത്തയാണ്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ വേറെ സമ്പാദിക്കാനുള്ളതായ ചുറ്റുപാട് അന്തരീക്ഷം കുറവാണ്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള അന്തരീക്ഷം അതാണ് എന്നതുകൊണ്ടാണ്. എന്നതല്ലാതെ അങ്ങനെയുള്ള ഒറ്റപ്പെട്ട ഹദീസുകൾ എടുത്തിട്ട് റസൂൽ ആടിനെ മേയിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കും ആടിനെ മേയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങി ആടിനെ മേയിക്കുന്ന സമ്പ്രദായവും ആടിനെ മേയിച്ച് സമ്പാദിക്കുന്ന സമ്പാദ്യവും നല്ല സമ്പാദ്യമാണ് എന്ന രൂപത്തിൽ അത് തന്നെ ജീവിത ശൈലിയാക്കി മാറ്റുക എന്നതും എന്തല്ല, പല യുവാക്കളും അറിവില്ലാത്തവർ കാട്ടിയതുപോലെ ആ ചിന്ത ശരിയല്ല. ആ ചിന്താഗതി യഥാർത്ഥത്തിൽ തെറ്റാണ്. ഏതായാലും ഇരിക്കട്ടെ, ഇതൊക്കെ നമുക്ക് നാം ചരിത്രം പറയുമ്പോൾ പഠിക്കേണ്ട ഭാഗമായതുകൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ സഹീഹ് ബുഖാരിയിൽ 5453, സഹീഹ് മുസ്ലിമിൽ 2050 ഹദീസുകൾ പരിശോധിച്ചാൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ ബഅസ അല്ലാഹു നബിയ്യൻ ഇല്ലാ റഅൽ ഗനം. ഏത് നബിയെ അല്ലാഹ് അയച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം എന്ത് ചെയ്തിരുന്നു? ഇല്ലാ റഅൽ ഗനം, അഥവാ ആടിനെ മേയിച്ചിരുന്നു. റസൂലല്ലാഹ്, നിങ്ങളും അങ്ങനെ തന്നെയാണോ ദൂതരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതെ ഞാനും അങ്ങനെയായിരുന്നു. മക്കയിൽ ഖറാറീത്ത് എന്ന് പറഞ്ഞാൽ നിസ്ഫ് ഉശ്ർ ദീനാർ, ഒരു ദീനാറിന്റെ 10-1 പകുതിയാണെന്നാണ്. അത് ഒരു അർത്ഥം, വേറെയും അർത്ഥമുണ്ട് അതിന്. ഏതായാലും വളരെ തുച്ഛം കാശിന്, തുച്ഛം കൂലിക്ക് ഞാൻ മക്കക്കാർക്ക് വേണ്ടി ആടിനെ മേയിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശൈലി ബുഖാരിയിൽ നമുക്ക് കാണാവുന്നതാണ്. ഇത് ഉത്തരവാദിത്തം ഏൽക്കാനും കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഉത്തരവാദപ്പെട്ടവരാക്കി മാറ്റണമെന്ന നിർബന്ധം പുലർത്തുന്ന അറബികൾ കുട്ടികളെ ചെറുപ്പത്തിലെ ഏൽപ്പിക്കാറുള്ള ഒരു ഡ്യൂട്ടി കൂടിയായിരുന്നു അത് എന്ന് അബൂ താലിബിന്റെ പ്രവർത്തനത്തിൽ നിന്നിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് അബൂ താലിബ് ചെറുപ്പത്തിലെ കൂടെ യാത്ര പോകുമ്പോൾ കൂടെ പോകാറുള്ളത് പോലെ, കേൾക്കാൻ പോകുന്നത് പോലെ അക്കൂട്ടത്തിൽ ആടിനെ മുഹമ്മദിനെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം മേയ്പ്പിക്കാറുണ്ടായിരുന്നു എന്നും. അപ്പോൾ മറ്റുള്ള അറബികൾക്ക് വേണ്ടി ശമ്പളത്തിന് ആട് മേയ്ക്കുന്നതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ ആട് പ്രത്യേകം മേയ്ക്കാറുണ്ടായിരുന്നു എന്നും ചരിത്രത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ മേയിച്ചിട്ടുണ്ട് എന്നതായ പദം അത് ബുഖാരിയിലുള്ള ഭാഗമാണ്. അപ്രകാരം സഹിയായ മുത്തഫഖുൻ അലൈഹി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്രകാരം തന്നെ ഇത് മക്കയിലുള്ളവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജോലി ചെയ്തു, അവരുടെ കീഴിൽ ആടിനെ മേയ്ക്കാൻ വേണ്ടി എന്നതും. അപ്പോൾ ഒരു മനുഷ്യൻ ഡ്യൂട്ടി ചെയ്യുക, ആ ഡ്യൂട്ടി ചെയ്യുക എന്നത് അത് കുറവല്ല. ചിലരൊക്കെ കാണാം, യുവാക്കൾ വീട്ടിൽ കൂടി ജോലി ചെയ്യാതിരിക്കും. എന്നിട്ട് ഉപ്പയും അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട പ്രമുഖന്മാർ ഒഴിവാക്കിപ്പോയതായ ആ അനന്തരാവകാശത്തിൽ നിന്നിട്ട് തന്നെ തിന്ന് ജീവിക്കും, സ്വയം അധ്വാനിക്കുകയില്ല. അതേസമയത്ത് ബഹുഭൂരിപക്ഷം അങ്ങനെ കാട്ടാറില്ല. 1% അങ്ങനെയുമുണ്ട്. അത് ശരിയല്ല. നമുക്ക് റസൂല് പഠിപ്പിച്ചെന്നതായ ആ സുന്നത്തിന് വിപരീതമാണ്. ആ റസൂൽ പഠിപ്പിച്ച ചര്യയ്ക്ക് വിപരീതമാണ്. അതുകൊണ്ട് നാം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ സ്റ്റാൻഡേർഡിനോട് യോജിക്കുന്ന രൂപത്തിലുള്ള അഥവാ മുസ്ലിങ്ങൾ ചെയ്യാൻ അനുവദനീയമായ ഏത് ജോലികളും ഏത് ഡ്യൂട്ടികളും നമുക്ക് ഉപയോഗപ്രദമാക്കാവുന്നതാണ്, അത് ചെയ്യാവുന്നതാണ്. എന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആടുമേയ്ക്കലിലൂടെ ഹയവാനാത്തുകളോടുള്ളതായ മഹബത്തും ജനങ്ങളോടുള്ളതായ മഹബത്ത് സ്ഥാപിക്കാൻ സാധിക്കുന്നതോടൊപ്പം ഹയവാനാത്തിനുള്ളതായ മഹബത്തും അഥവാ ജീവികളോട് നാൽക്കാലികളോട് കിർഫ കാണിക്കണം എന്നതൊക്കെ ചെറുപ്പത്തിലേ അവർക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള ചുറ്റുപാട് അബൂ താലിബ് ഉണ്ടാക്കി കൊടുത്തു എന്ന് നമുക്ക് കാണാം. എന്നാൽ ഇവിടെ അവരുടെ ഹിസ്റ്ററി പറയുമ്പോൾ സാധാരണ കേൾക്കാറുണ്ട് ഈ അബൂ താലിബിൻ്റെ കൂടെ യാത്ര ചെയ്തു എന്നത്. കുറേ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ യാത്രയുടെ വിശദാംശങ്ങളൊക്കെ സഹീഹായ ഹദീസിൽ കാണുന്നില്ല. സഹീഹായ ഹദീസിൽ യാത്രയുടെ വിശദാംശങ്ങൾ കാണുന്നില്ല. യാത്രയിൽ മേഘം തണലിട്ടി എന്നതും അപ്രകാരം തന്നെ ഭക്ഷണത്തിന് വേണ്ടി പോയപ്പോൾ റിജാൽ ഖുറൈശ് കൂടെ ഉണ്ടായിരുന്നു എന്നതും അബൂബക്കർ കൂടെ ഉണ്ടായിരുന്നു എന്നതും ബിലാൽ കൂടെ ഉണ്ടായിരുന്നു എന്നതും എന്ന് മാത്രമല്ല അതിലുള്ള ഓരോ ലഫ്ളുകൾ എടുത്തുകൊണ്ട് ഗണ്ണിച്ചിട്ട് ഇമാം ദഹബി അത് ശരിയാവാൻ സാധ്യതയില്ല. ഒരിക്കലും ഹിസ്റ്ററിക്കലായിട്ട് ചരിത്രപരമായിട്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് അബൂബക്കർ അല്ലെങ്കിൽ ബിലാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടാവാൻ സാധ്യതയില്ല. മൊത്തത്തിൽ തുറമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിന്നിട്ട് അൽബാനി പറയും പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് യാത്ര സംഭവിച്ചിട്ടുണ്ട്. ആ യാത്ര ആരുടെ കൂടെയായിരുന്നു? അബൂ താലിബിന്റെ കൂടെയായിരുന്നു. ആ യാത്ര എവിടേക്കായിരുന്നു? ഷാമിലേക്കായിരുന്നു. ആ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബഹീറ എന്ന പേരിലുള്ളതായ ഒരു പുരോഹിതൻ, ക്രിസ്തീയ പുരോഹിതനായിരിക്കാം. അവിടെയും ചർച്ചയുണ്ട് എന്ത് പുരോഹിതനാണ് എന്നതിൽ. അത് ജൂത പണ്ഡിതനാണോ അല്ല ക്രിസ്തീയ പണ്ഡിതനാണോ? ഏതായാലും ബഹുഭൂരിപക്ഷം പറയുന്ന ക്രിസ്തീയ പണ്ഡിതനാണ്. അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടതായ വേളയിൽ അബൂ താലിബിനോട് കുട്ടിയെ മക്കയിലേക്ക് മടക്കിക്കൊണ്ടു പോകണമെന്ന് പറയുന്നതായ കഥ, അതിൽ കുറേ കാര്യങ്ങൾ അംഗീകരിക്കപ്പെടാൻ പറ്റാത്തതും ചില കാര്യങ്ങൾ മാത്രം അസ്ല് മസ്അല എന്നാണ് പറയുന്നത്. അസ്ല് കഥ, ഈ അസ്ല് കഥ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ട്. യാത്ര വിശദാംശം നമുക്ക് പറയാൻ കൃത്യമായിട്ട് നമ്മുടെ കൂടെ തെളിവില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ടുപോയതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഷാമിലേക്ക് പോയതായ സന്ദർഭത്തിൽ ജൂതന്മാരുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് അവിടെ തൗറാത്ത് മനപ്പാടമുള്ള ബഹീറയുമായിട്ട് മീറ്റായത് കാരണത്താൽ കുട്ടിക്ക് വയസ്സപ്പോൾ 10 വയസ്സ് 12 വയസ്സൊക്കെയാണ് ആ സന്ദർഭത്തിൽ നിന്നാണ് ഈ ആദ്യം മീറ്റായ സമയം. ഈ സന്ദർഭത്തിൽ ഈ ചരിത്രം, ഈ കഥ നമ്മുടെ ഗ്രന്ഥങ്ങളിലെല്ലാം കയറിക്കൂടിയത് കാരണത്താൽ അസ്ല് കഥ ശരിയാണെങ്കിലും അതിൻ്റെ വിശദാംശങ്ങൾ എന്ത് സംഭവിച്ചു? അതിനെ ഓറിയന്റലിസ്റ്റുകാർ നേരെ ഇസ്ലാമിനെതിരിൽ ഉപയോഗിക്കാൻ വേണ്ടി പാടുപെട്ടു, നന്നായി പ്രവർത്തിച്ചു. അതിൽ പെട്ടതാണ് എന്ത്? മുഹമ്മദ് നബി പണ്ട് ജൂതന്മാരൊക്കെ റസൂലുള്ളാഹി നുബുവത്ത് കിട്ടിയ ശേഷം, നബിയായ ശേഷം മക്കയിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ട് മദീനയിലേക്ക് എത്തിയപ്പോൾ
ആരിൽ നിന്നിട്ടോ തൗറാത്ത് ഇഞ്ചീലൊക്കെ കട്ടെടുത്തിട്ട് പറയുകയാണെന്നുള്ള സമ്പ്രദായം ഉണ്ടല്ലോ, അവരുടെ ജോലിയുണ്ടല്ലോ. അതുപോലെയുള്ളതായ വാക്ക് ഓറിയന്റലിസ്റ്റുകാർ ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓറിയന്റലിസ്റ്റ് എന്ന പേരിൽ ഒരു വിഭാഗത്തെ ഞാൻ പലപ്പോഴും പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്, നിങ്ങൾ മറന്നു കാണുകയില്ല. നമ്മുടെ കഠിന ശത്രുക്കളാണ് അവർ. 4-ാം നൂറ്റാണ്ട് മുതൽ ഉടലെടുത്തതാണ്. എന്താണ് അവരുടെ ഡ്യൂട്ടി? അവര് വേൾഡ് ഹ്യൂമനിസ്റ്റ് പാർട്ടിയാണ് അവരെ ഉണ്ടാക്കിയെടുത്ത് വരുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ തന്നെ പഴയ ഭാഷയിൽ പറയാം, ക്രിസ്തീയ ജൂത വിഭാഗത്തിൻ്റെ ഒലീദത്താണ്, അവരിൽ നിന്നിട്ട് ഉത്ഭവിച്ചതാണ്. അവരുണ്ടാക്കിയെടുത്തതായ ഒരു പണ്ഡിത സഭയാണ്. ആ പണ്ഡിത സഭയുടെ ജോലി എന്താണ്? ഇസ്തിഷ്റാഖ് എന്നാണ് അറബി ഭാഷയിൽ പറയാം. എന്താ ഇസ്തിഷ്റാഖ് എന്ന് പറഞ്ഞാൽ? ഷർക്കിലേക്ക്, അഥവാ അവർ ഗർബിലാണല്ലോ, അവർ പാശ്ചാത്യരാണ്. പാശ്ചാത്യർ എന്ത് ചെയ്യുക? അവിടെയുള്ള പണ്ഡിതന്മാര് ഷർക്കിലുള്ള, കിഴക്കുള്ളതായ, അഥവാ നമ്മുടെ നാട്ടിലുള്ളതായ മക്ക, മദീന, അറബ് രാഷ്ട്രം, മധ്യ പൗരസ്ത്യ ദേശം എന്നീ പറയപ്പെടുന്ന നാട്ടിലുള്ളതായ ആ ദീനിനെ പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. അത് പല കാലഘട്ടങ്ങളിലായിട്ട്. സൗദി ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് എൻ്റെ ഓർമ്മയിൽ ബ്രിട്ടനിൽ നിന്നിട്ട് തന്നെ 10-14ഓളം ഓറിയന്റലിസ്റ്റുകാർ മക്കയിൽ പ്രവേശിച്ചിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ സുരക്ഷിതത്വം അത്തരം കാര്യത്തിൽ കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കാം. ഏതായാലും ഇരിക്കട്ടെ, ചരിത്രത്തിൽ അങ്ങനെ കാണുന്നു. അത് സൗദി ഗവൺമെൻറ് വരുന്നതിന് മുമ്പാണ്. സൗദി ഗവൺമെൻറ് വന്നതിൻ്റെ ശേഷം അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി അന്ന് വളരെ വ്യാപകമായി, നമുക്കറിയാവുന്നതുപോലെ സുരക്ഷിതത്വം വളരെ വ്യാപകമായി, വളരെ കൂടുതൽ സൂക്ഷ്മത പാലിക്കാൻ ആരംഭിച്ചു. മക്കയിലും മദീനയിലുമെല്ലാം ഇതര മതസ്ഥരും ഇതര തത്വക്കാരും വന്നുകൂടുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ഇവര് വളരെ കൂടുതൽ ഭദ്രത കാണിക്കുകയും ചെയ്തു. ഇതൊക്കെ ഈ ഗവൺമെന്റിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിനെ സംരക്ഷിക്കാനുള്ളതായ ചുറ്റുപാട് തൗഫീഖ് നൽകട്ടെ. അവർക്ക് അതിനുള്ളതായ എല്ലാ ഒത്താശകളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നല്ല, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ഭരണകൂടം നടത്തുന്നവർ, കാരണം നമ്മുടെ നാടാണിത്, മുസ്ലിം ലോകത്തിന്റെ നാടാണിത്. മുസ്ലിം ലോകത്തിന്റെ അഭിമാനമാണ് മക്കയും മദീനയും സംരക്ഷിക്കപ്പെടുക എന്നത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമൽ മുശ്രികൂന നജസ്, മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗം നജസുൻ, അഴുക്കാണ്. ഫലാ യഖറബുൽ മസ്ജിദൽ ഹറാമ, അവർ മസ്ജിദുൽ ഹറാം അഥവാ മക്കയിലേക്ക് കടക്കാൻ പാടുള്ളതല്ല, അടുക്കാൻ വരെ പാടുള്ള. യഖറബു എന്നല്ലേ, യഖറബു എന്നാണല്ലോ ഹാഫിദുകളുണ്ടല്ലോ. അടുക്കരുതെന്നാണ്. ഇന്നത്തെ ദിവസം മുതൽ, ഈ വർഷം മുതൽ, ഫലാ യഖറബുൽ മസ്ജിദ അൽ ഹറാം ബഅദ ആമിഹിം ഹാദാ, ഈ വർഷം മുതൽ, ഈ വർഷത്തിന് ശേഷം കടക്കാൻ പാടില്ല എന്ന കൽപ്പന വന്നേടം മുതൽ സുരക്ഷിതത്വത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനിടയിൽ സിന്ദീഖീങ്ങൾ കടന്നുകൂടാറുണ്ട്, ഒളിച്ചു കളിച്ചിട്ട് ഓരോ കാലഘട്ടങ്ങളിലായിട്ട്. അക്കൂട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതായ ഇനക്കാര്, ഓറിയന്റലിസ്റ്റുകാർ കടന്നുകൂടിയതും. എന്നിട്ട് ഓറിയന്റലിസ്റ്റുകാർ ഇവിടെ നിന്ന് നമ്മുടെ മതത്തെ, ചിലരൊക്കെ നമ്മുടെ മതത്തെ ആഴത്തിലിറങ്ങി പഠിക്കുക തന്നെ ചെയ്തു. പക്ഷേ എന്തിനു വേണ്ടിയാണ്? ലക്ഷ്യം മുസ്ലിമാവലല്ല, ലക്ഷ്യം ഇസ്ലാമിനെ തകർത്തലായിരുന്നു അവരുടെ ലക്ഷ്യം. വിൻസിംഗ് എന്ന പേരിൽ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു പുസ്തകം എഴുതി. പുസ്തകം 7-8 വാല്യമാണ്. അതെന്താണ്? മുഅ്ജമാണ്. എന്തിൻ്റെ മുഅ്ജമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളായിട്ട് 9 ഗ്രന്ഥത്തിൽ നിന്ന് അതിൽ ഉള്ളതായ ഹദീസുകളെ അതിൻ്റെ ഇൻഡെക്സ് ഉണ്ടാക്കിയതാണ് മൂപ്പൻ. ഉണ്ടാക്കിയ ആളാരാണ്? ഓറിയന്റലിസ്റ്റുകാരൻ. നാം നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ശരിക്കും ഏരിയയിൽ ഉണ്ടാകുന്നതിന് മുമ്പ്, ഏരിയയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഹദീസ് കണ്ടുപിടിക്കാനുള്ളതായ ഇൻഡെക്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നതിന് മുമ്പ് അവരുപയോഗിച്ചു വന്നിരുന്നതായ പുസ്തകം അത് തന്നെയാണ് ഓറിയന്റലിസ്റ്റുകാരൻ എഴുതിയത്. കാരണം മൂപ്പര് അതിൽ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ കൃത്രിമൊന്നും വരുത്താൻ മൂപ്പരെ കൊണ്ട് സാധിക്കുന്നതല്ല. കാരണം അത് അൽഫ് കൊണ്ട് തുടങ്ങുന്നതായ ഹദീസ് ഒരു സ്ഥലത്താക്കി മാറ്റാം, ബാ കൊണ്ട് തുടങ്ങുന്നത് ഒരു സ്ഥലത്താക്കി മാറ്റാം, ഉദാഹരണത്തിന്. അങ്ങനെ അയാൾ ഒരു ഇൻഡെക്സ് എഴുതിയതാണ്. ആ എഴുതിയ മനുഷ്യൻ ആരായിരുന്നു?
മുസ്ലിം അല്ല, ഓറിയന്റലിസ്റ്റുകാരൊരു വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? അദ്ദേഹം ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി ആ പുസ്തകം എഴുതിയ വ്യക്തിയായിരുന്നു. ഇത് പലർക്കും അറിയാത്ത സംഭവമാണ്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. അങ്ങനെ എത്രയോ പേര് അമുസ്ലിം ആയതോടുകൂടി തന്നെ ഒന്നിരിക്കലോ ക്രിസ്ത്യ പണ്ഡിതനായിരിക്കും, അല്ലെങ്കിൽ ജൂത പണ്ഡിതനായിരിക്കും. അത് അങ്ങനെ ആയതോടുകൂടി തന്നെ ഇസ്ലാമിനെ തകർത്തണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ പഠിച്ചവരായിരുന്നു. പക്ഷേ അവരിൽ നിന്നിട്ട് വളരെ ചുരുക്കം പേരാണെങ്കിലും മുസ്ലിമായവരുണ്ട്. വളരെ ചുരുക്കം പേര് അവരിൽ നിന്നിട്ട് ഇവിടെ പഠിച്ചതിന് ശേഷം സത്യം കണ്ടെത്തി, സത്യം മനസ്സിലാക്കി, സത്യം ഉൾക്കൊണ്ട് മുസ്ലിമായവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. അവർ വളരെ തുച്ഛമാണ് മുസ്ലിമാകുന്നവർ. അല്ലാത്തവർ ഇന്ന് വരെ ഈ നിമിഷം വരെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് ഇസ്ലാമിനെ തകർത്തണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട്. ഇസ്ലാമിനെ തകർത്താൻ പറ്റുന്നതല്ല. ലിയുദ്ഹിറഹു അല ദീനി കുല്ലിഹി, എല്ലാ ദീനിനെയും മികച്ചു നിൽക്കുന്ന മതമായി മാറുന്ന മതമാണിത്. അതുകൊണ്ട് ഈ മതത്തെ തകർത്താൻ പറ്റുന്നതല്ല. പക്ഷേ ഞാൻ പറയുകയാണ്, അവരുടെ ലക്ഷ്യം അതായിരുന്നു എന്നത്. ഇവിടെ നാം എന്താ പറഞ്ഞു വന്നത്? ഈ ബഹീറയുടെ കഥ, ബഹീറ എന്നും വേണമെങ്കിൽ വായിക്കാം. ബഹീറയുടെ കഥ ലോകത്തിലുള്ള എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും കയറിക്കൂടിയിട്ടുണ്ട്. അതിൻ്റെ വിശദമായ വിശദാംശത്തെക്കുറിച്ച് കർശനമായ ഭാഷയിൽ ഇമാം ദഹബി എതിർത്തിട്ടുമുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നതിന് ചെറിയൊരു സൂചന മാത്രം, നബി അബൂ താലിബിൻ്റെ കൂടെ യാത്ര പോയി എന്നത് മാത്രം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വന്നതിനെ കുറിച്ച് അൽ ജസരി അത് സഹിയാക്കിയിട്ടുണ്ട് എന്നും, അപ്രകാരം അത് മറ്റുള്ള പണ്ഡിതന്മാർ സഹിയാക്കിയത് കാരണത്താൽ ആ ഭാഗം ആണെന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ല എന്നൊക്കെ അൽബാനിക്ക് അഭിപ്രായമുണ്ട്. എന്നല്ലാതെ വിശദാംശം ശരിയല്ല താനും. ഈ വിശദാംശത്തിലുള്ളതായ ഭാഗത്തെ പിടിച്ചിട്ട് നമ്മുടെ മതത്തെ, നമ്മുടെ റസൂലിനെ ചോദ്യം ചെയ്യുന്നതായ ശൈലിയിലുള്ള സംസാരങ്ങൾ ഇപ്പോഴും ഓറിയന്റലിസ്റ്റുകാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരുമായി ടച്ചായിട്ട് അവരിൽ നിന്നിട്ട് നുബുവത്തിന് മുമ്പ് പഠനം നടത്തിയിട്ട് തൗറാത്ത് ഇഞ്ചീൽ പഠിക്കാനുള്ള ഒരു ചുറ്റുപാട് അവിടെ ഉണ്ടായിരുന്നില്ല. ഒന്നാമത് റസൂലുള്ള ചെറുപ്പക്കാരനാണ്. രണ്ടാമത് ആ സമയത്ത് അറബി ഭാഷയിൽ പരിവർത്തനം ചെയ്തതായ തൗറാത്തോ ഇഞ്ചീലോ ഇവിടെ ലഭിക്കുമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ ഷാമിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? ഈ വാർത്ത ലഭിച്ച ഉടനെ തന്നെ അബൂ താലിബ് ഉടനെ മക്കയിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു എന്നതാണ് ആ ഹദീസിൽ, ഞാൻ നേരത്തെ കേൾപ്പിച്ചതായ ഹദീസിലുള്ളതായ ഭാഗം. സഹോദരന്മാരെ, സഹോദരികളെ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ദഹബി പറഞ്ഞ ഭാഗമാണ്. ഇത് സംഭവിക്കാൻ സാധ്യതയില്ല എന്നതിന് ഓറിയന്റലിസ്റ്റുകാർ പറയുന്നതായ തൗറാത്ത് ഇഞ്ചീലൊക്കെ പഠിച്ചിട്ടാണ് മൂപ്പര് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്ന പേരിൽ റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുന്ന ശൈലി, അത് ഗണ്ണിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ മഹാനായ ഇമാം ദഹബി പറഞ്ഞ ഭാഗങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ് നമുക്കറിയാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പ് എന്തറിയുകയില്ല? എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാൻ ആരംഭിച്ചത് എവിടെ മുതലാണ്? നുബൂവത്ത് കിട്ടിയുടെ മുതലാണ്. നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? നേരെ പുസ്തകം നോക്കി വായിക്കാറില്ല. അപ്രകാരം തന്നെ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാറില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ശൈലി നമുക്ക് മനഃപ്പാഠമുണ്ടാവേണ്ടതാണ്. കാരണം ഇസ്ലാമിൻ്റെ മെയിൻ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ റസൂല് എന്തായിരുന്നു? ഉമ്മിയാണു ആണെന്ന് വിശ്വസിക്കൽ. എന്താ ഉമ്മി എന്ന് പറഞ്ഞാൽ? എഴുതാനും വായിക്കാനും അറിയാത്ത വ്യക്തിയായിരുന്നു. വമാ കുൻത തത്ലൂ മിൻ ഖബലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദൽ ലർതാബൽ മുബ്തിലൂൻ. നിങ്ങൾ മുമ്പ് വായിക്കാറുണ്ടായിരുന്നില്ല. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് എന്ന അർത്ഥത്തിലേക്ക്, ഖുർആൻ നിങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ്, നുബുവത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഞാൻ നൽകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല? വായിക്കാറുണ്ടായിരുന്നില്ല. വലാ തഖുത്തുഹു ബിയമീനിക, നിങ്ങൾ വലത് കൈ കൊണ്ട് എഴുതാറുണ്ടായിരുന്നില്ല. അധികവും എഴുതൽ വലത് കൈ ഉണ്ടായതുകൊണ്ടാണ് വലത് കൈ എന്ന പദം അള്ളാഹു ഉപയോഗിക്കുന്നത്. എന്നല്ലാതെ
വലത് കൈ കൊണ്ട് എഴുതാൻ പറ്റാത്ത ആളുണ്ടെങ്കിൽ ഇടത് കൈ കൊണ്ട് എഴുതാൻ പാടില്ല എന്ന അർത്ഥത്തിലേക്കല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലേ. ആളെന്നെ എസാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടത് കൈ കൊണ്ട് തന്നെയാണ് എഴുതാനും ഡ്രോയിങ് വരയാനും ഒക്കെ സാധിക്കില്ല, ഇടത് കൈ കൊണ്ടാണ്. വലത് കൈ കൊണ്ട് സാധിക്കൂല. അയാൾ മഅ്ദൂറാണ്. അള്ളാഹു അവർക്ക് മാഫി ചെയ്യും. അതേ സമയത്ത് തീറ്റയുടെ സമയത്ത് സൂക്ഷിക്കണം, തിന്നുന്ന സമയത്ത് സൂക്ഷിക്കണം. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത് കൈ കൊണ്ട് തിന്നുന്ന വ്യക്തിയോട് വലത് കൈ കൊണ്ട് തിന്നാൻ വേണ്ടി കൽപ്പിച്ചതൊക്കെ അവിടെ സ്മരിച്ചുകൊണ്ട് അത് നേരെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. കാരണം എല്ലാം ഇടത് കൈ കൊണ്ട് ചെയ്ത് പരിചയമുള്ള ആൾക്ക് വലത് കൈ കൊണ്ട് തിന്നാനും കുടിക്കാനും പ്രയാസം ഉണ്ടാകും. എന്നാലും അള്ളാഹിന്റെ കൽപ്പനയാണെന്ന് ഓർത്തുകൊണ്ട് അത് ക്ലിയർ ആക്കാനും വേണ്ടി പാടുപെടണം. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് എതിരില്ല പ്രാർത്ഥിച്ചത്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലത് കൈ കൊണ്ട് തിന്നു എന്ന് പറഞ്ഞപ്പോൾ, ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ പ്രാവശ്യം പറഞ്ഞപ്പോൾ ലാ അസ്തത്തി എന്ന മറുപടി പറഞ്ഞത്. എന്താ? ലാ അസ്തത്തി, എന്നെ കൊണ്ട് സാധിക്കൂല. റസൂലുള്ളാഹി ലസ്തതഅത, എന്നാ സാധിക്കണ്ട എന്ന് പറഞ്ഞു. എന്നാ സാധിക്കാതിരിക്കട്ടെ എന്ന് എതിരിൽ പ്രാർത്ഥിച്ചാണ്. അദ്ദേഹത്തിൻ്റെ തകബ്ബുറാണ്, അദ്ദേഹത്തിൻ്റെ അഹങ്കാരമാണ് റസൂലുള്ളാഹിന്റെ കൽപ്പന പാലിക്കാതിരിക്കാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് എന്ന് ഹദീസിന്റെ പരിപൂർണതയിൽ കാണാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് അപകടമാണ്, ശ്രദ്ധിക്കേണ്ടതുമാണ്. അങ്ങനെ അദ്ദേഹത്തിന് പിന്നെ കൈ പൊക്കാനും പറ്റിയില്ല. റസൂലുള്ളാഹി ഈ വാക്ക് പറഞ്ഞ ശേഷം. അതെ, അപ്പോൾ നാം ഇപ്പോൾ ബഹീറയുടെ കഥയും കേട്ട് കഴിഞ്ഞു. അപ്പോൾ ബഹീറയുടെ കഥയിൽ നിന്നിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഹദീസ് നേരത്തെ പറഞ്ഞത് മാതിരി ഹദീസ് സഹിയാക്കിയവരുണ്ട് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ. എന്തിങ്ങനെ പറയുന്നത്? ഈ ചരിത്രത്തിലുള്ള ഭാഗങ്ങളൊക്കെ ഹദീസിൽ കിട്ടാൻ പ്രയാസമാണ്. ചരിത്രത്തിൽ ചില ഭാഗങ്ങളൊക്കെ ഹദീസിൽ കിട്ടാൻ പ്രയാസമാണ്. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 10-12 വർഷം ഹിസ്റ്ററി പറഞ്ഞതായ കാലഘട്ടങ്ങളിൽ ധാരാളം കഥകൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ പറയാറുള്ള ശൈലി ഞാൻ പറയാറുണ്ടായിരുന്നു. എന്താണ്? എല്ലാറ്റിനും ഹദീസ് റിവായത്ത് ക്ലിയറായി കിട്ടിക്കൊള്ളണമെന്നില്ല. ചരിത്രമാകുമ്പോൾ ഗ്യാപ്പ് ഉണ്ടാകും, ചില സ്ഥലത്ത് ഗ്യാപ്പ് വരും. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പോൾ നിങ്ങൾ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലേക്ക് മക്കക്കാർ വന്നിട്ട് യോഗം കൂടിയതും എന്തിനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി പ്ലാനിട്ടതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? വളരെ മഷ്ഹൂറാണ് സംഭവം. അതിൽ നിന്നിട്ട് സഹീഹായ ഭാഗങ്ങളൊക്കെ സാധാരണ നമ്മൾ പറഞ്ഞിട്ട് അവസാനം റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി പേരെടുത്ത കൊള്ളുന്ന തലവന്മാര് മക്കയിൽ നിന്നിട്ട് ഒരുങ്ങി എന്നിട്ട് വീട് പോയി വളഞ്ഞു. റസൂലുള്ളാഹിന്റെ വീട് വളഞ്ഞ സന്ദർഭത്തിൽ അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവിടെ നിന്ന് അവരുടെ മുഖത്തേക്ക് മണ്ണെറിഞ്ഞുകൊണ്ട് സ്ഥലം വിട്ടു. എന്നിട്ട് പിന്നെ അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒളിച്ചോടി എത്തി. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ അവിടെ 2 ഒട്ടകം തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്ന ഒട്ടകത്തിന്റെ കഥയിലേക്ക് എത്തുമ്പോൾ ബുഖാരിയിലേക്ക് എത്തും. അവിടെ ബുഖാരിയിലുണ്ട്. അതിനപ്പുറമുള്ളതോ ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. ഏത്? മക്കക്കാര് കൊല്ലാൻ വേണ്ടി പ്ലെയർ ഇട്ടതിൻ്റെയും പിന്നെ മക്കക്കാര് വീട് വളഞ്ഞതിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ മധ്യത്തിലുള്ള ഭാഗങ്ങൾ എന്താണ്? ഹിസ്റ്ററിക്കലായിട്ട് സീറയിൽ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ഇബ്നു ഇസ്ഹാഖ് പറയുന്നു റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഹിശാം പറയുന്നു റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് എത്തിയ വാർത്ത മുതൽ അപ്പുറമുള്ളതും, അതുപോലെ മക്കക്കാര് റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി പ്ലാനിട്ട ഖുർആനിൽ ആയത്തിറങ്ങിയ സംഭവം ഉണ്ടല്ലോ, ഇത് യംകുറു ബിക്കല്ലദീന കഫറു എന്നുള്ള ആയത്ത്. അവിടെ ആ 2 സംഭവം പോലത്തെ കടുകട്ടിയുള്ള ശക്തിയുള്ള തെളിവ് അതിനില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ചരിത്രത്തിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി ഇസ്ലാമിനെതിരല്ലാത്ത ചില ഹിസ്റ്ററിക്കലായിട്ട് വരുന്നതായ കേൾക്കുന്നതായ സ്ഥിരീകരിക്കപ്പെട്ടതായ ഭാഗങ്ങൾ പറയേണ്ടി വരും എന്നതാണ് നിങ്ങളെ ഇതുവരെ ഞാൻ കേൾപ്പിച്ച വാക്കുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. റസൂൽ പറഞ്ഞു, എന്ത് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം? മാ ഹമംതു, ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. മാ ഹമംതു ബിഖബീഹിൻ മിമ്മാ കാന അഹ്ലുൽ ജാഹിലിയ്യതി യഹുമ്മൂന ബിഹി. ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ്, വഹി അനക്ക് ഇറങ്ങുന്നതിന് മുമ്പ്, പണ്ടുള്ളതായ ആ അന്ധകാരമാകുന്ന കാർമേഘങ്ങളെ കൊണ്ട് മൂടപ്പെട്ട കാലഘട്ടത്തിൽ
ജനങ്ങൾ ചെയ്യാറുള്ളതായ ധാരാളം വടക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഖബീഹായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഖബീഹായ കാര്യങ്ങളിൽ നിന്നിട്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടേ ഇല്ല. 2 തവണ ഞാൻ അപകടത്തിൽപ്പെട്ട സംഭവം ഒഴിച്ച് 2 തവണ ഞാൻ അങ്ങനെയുള്ള ഖബീഹ്. ഇപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? റസൂൽ പറയാൻ പോകുന്നതായ സംഭവം മക്ക കാഫിരീങ്ങൾ പണ്ട് ചെയ്തതായ വെടക്ക് പ്രവർത്തനത്തിൽ ചിലതാണെന്നാണ്. മനസ്സിലായില്ലേ? എന്തായിരുന്നു അത്? റസൂൽ തുടരുന്നു, ഞാൻ ജാഹിലിയ്യ കാലഘട്ടത്തിൽ എനിക്ക് നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പ് മക്കക്കാർ ചെയ്തിരുന്നതായ ഖബീഹായ ഏറ്റവും വെടക്ക് പ്രവർത്തനത്തിൽ നിന്നിട്ട് ഒന്നിലും ഞാൻ പങ്കു ചേർന്നിട്ടില്ല. അള്ളാഹ്ക്ക് അർത്ഥതല്ലാതെ ബിംബങ്ങൾക്ക് അർത്ഥത് ഞാൻ തിന്നിട്ടില്ല. ഉദാഹരണത്തിന്, അവർ ബിംബത്തിനെ പൂജിക്കുന്നത് പോലെ ഞാൻ അള്ളാഹുവിനെ അല്ലാതെ ആരാധിച്ചിട്ടില്ല, അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പും അങ്ങനെ തന്നെ എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ നാം എന്ത് കേട്ടു? അപ്പോൾ മക്ക കാഫിരീങ്ങൾ ചെയ്തിരുന്നതായ വെടക്കായ കാര്യങ്ങൾ, അതായത് ഇസ്ലാമിന് മുമ്പും എന്തുണ്ട്? ഞാൻ നിങ്ങളിലേക്ക് വന്നത് എന്തുമായിട്ടാണ്? ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്, അല്ലേ? അഖ്ലാഖിന്റെ പരിപൂർണത കുറിക്കാനാണ്. അപ്പോൾ നല്ല കാര്യങ്ങളും ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ പരിപൂർണതയിലേക്ക് എത്തിയിട്ടില്ല. അതിന്റെ പരിപൂർണത കുറിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായ വെടക്ക് കാര്യത്തിൽ നിന്നിട്ട് 2 അപകടത്തിൽ ഞാൻ പെടാനെടുത്തിരുന്നു, അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തി. അല്ലെങ്കിൽ 2 സംഭവം ഉണ്ടായിരുന്നു അവർ ചെയ്തിരുന്നതായ അപകടങ്ങൾ. അതെന്താണ്? ഞാൻ ആടിങ്ങനെ മേയിച്ച് മക്ക കുന്നുകളുടെ മീതെ എത്തി രാത്രിയാവാൻ ഇരുളാവാൻ എടുത്തപ്പോൾ ആടുമായി മടങ്ങുന്നതിന് പകരം അവിടെ ഒരു ശബ്ദ കോലാലം കേട്ടു. ഞാൻ ചെറുപ്പക്കാരനാണ്, യുവാവായ എനിക്ക് എൻ്റെ കൂടെയുള്ള എന്നെപ്പോലത്തെ യുവാക്കളുടെ കൂടെയാണ് ഞാൻ. യുവാക്കളോട് ഞാൻ ചോദിച്ചു, കുട്ടികളോട് എന്താ കേൾക്കുന്നത്? പറഞ്ഞു, അവിടെ ഒരു കല്യാണം നടക്കാണ്. കല്യാണം ഒരു പെണ്ണും ഒരു പുരുഷനുമായി നടക്കുമ്പോൾ ആ കല്യാണത്തിന് വേണ്ടിയുള്ളതായ ആഡംബരം അവർ നടത്തുകയാണ്. അവിടെ ദഫ് നടക്കുന്നു, അവിടെ മിസ്മാർ നടക്കുന്നു, അവിടെ വീണ നടക്കുന്നു, അവിടെ മ്യൂസിക് നടക്കുന്നു, അവിടെ ഹാർമോണിയങ്ങൾ നടക്കുന്നു, അവിടെ പന്തടി മന്ദളമിടി നടക്കുന്നു. അങ്ങനെ പല ശബ്ദങ്ങൾ അവിടെ കേൾക്കാൻ. അപ്പോൾ സാധാരണ എൻ്റെ കൂടെയുള്ള യുവാക്കളൊക്കെ അത് കേൾക്കാൻ തീരുമാനിച്ചതുപോലെ കൂട്ടത്തിൽ ഞാനും പെട്ടു. അള്ളാഹ് എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി, എന്നെ ഉറക്കിക്കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂല് പറയാണ്, നിങ്ങൾ എന്താ ഇപ്പോൾ കേട്ടത്? ഈ ജോലി വെടക്ക് ജോലിയാണെന്നാണ്. ഈ ജോലി വെടക്ക് ജോലിയാണ്. ഏത് ജോലി? മനസ്സിലായില്ലേ? നമ്മുടെ ഖൗം ഇപ്പോൾ ഇസ്ലാമിക ഗാനം, ഇസ്ലാമിക മ്യൂസിക്, ഇസ്ലാമിക ഹാർമോണിയങ്ങൾ, ഇസ്ലാമിക ഫിലിം എല്ലാം ഇസ്ലാമിനെ കൂടി ചേർത്തിട്ടാണ് പരിപാടി. അങ്ങനെ നമ്മുടെ മാധ്യമങ്ങളിൽ നിന്നിട്ട് പലതും തുറക്കുമ്പോൾ ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെ മ്യൂസിക്കിൽ കൂടിയാണ്. സമ്മേളനം ആരംഭിക്കൽ തന്നെ മ്യൂസിക്കിൽ കൂടിയാണ്. നൃത്തമാടുന്ന കാര്യം വേറെ. കുട്ടികളല്ലേ എന്ന് പേര് പറഞ്ഞിട്ട് 10, 15, 16, 17, 18 വയസ്സുള്ള പെൺകുട്ടികളെ കൊണ്ടുള്ള ഡാൻസ് അടുപ്പിക്കുന്നത് വേറെ. അങ്ങനെയുള്ള നീച നികൃഷ്ടമായ അശ്ലീല പരിപാടികളൊക്കെ ദഅവത്തിന്റെ പേരിൽ അതും വ്യാപകമാണ് ഇപ്പോൾ. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഖൗമിന്റെ ഇടയിലേ പറയുന്നത് തൗഹീദുമായി നടക്കുന്നവരുടെ ഇടയിലാണ്, എല്ലാവരെ കുറിച്ചല്ല. അങ്ങനെയും ഒരു വിഭാഗം ഉണ്ടായി. പറ്റൂല. നാം അള്ളാഹ് പറഞ്ഞതുപോലെ ഉദ്ഖുലൂ ഫിസ്സൽമി, സത്യവിശ്വാസികളെ നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക. എങ്ങനെ? കാഫ, പരിപൂർണമായി 2 കാലും എന്ത് വേണം? ഇസ്ലാമിന്റെ അകത്ത് കടത്തണം. എന്നല്ലാതെ 2 തോണിയിൽ കാല് വെച്ചാൽ ശരിയാവില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ബുദ്ധിപൂജകന്മാർ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഹവയുടെ അടിമയായി ജീവിക്കുന്നവർ, ദേഹേച്ഛയുടെ അടിമയായി ജീവിക്കുന്നവർ, അവർക്ക് വേണ്ടത് ദേഹേച്ഛ ഇഷ്ടപ്പെടുത്തണം. ദേഹേച്ഛയ്ക്ക് എല്ലാവർക്കും റസൂൽ പറഞ്ഞതുപോലെ യുവാക്കളൊക്കെ ഇഷ്ടപ്പെടുന്നത് പോലെ ഞാൻ ഇഷ്ടപ്പെടും. എനിക്കിപ്പോൾ മ്യൂസിക്കും ഹാർമോണിയം കേൾക്കാൻ പുതിയില്ലാത്തതുകൊണ്ടാണോ
അല്ലെങ്കിൽ ഗാനം കേൾക്കാൻ ബുദ്ധിയില്ലാത്തതുകൊണ്ടാണോ? നമുക്കൊക്കെ ബുദ്ധിയുള്ളതാണ്. നല്ല നല്ല കേട്ട രുചികരമായ ആസ്വാദ്യകരമായ ശബ്ദം എവിടെയാണെങ്കിലും കേൾക്കൽ ഇഷ്ടം തന്നെയാണ് മനുഷ്യന്മാർക്ക്. പക്ഷെ ഇസ്ലാം വിരോധിക്കുന്നത് എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അള്ളാനെ പ്രീതിപ്പെടുത്താൻ അള്ളാഹ് വിരോധിച്ചതാണെങ്കിൽ ഒഴിവാക്കി നിർത്തണം. അതാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ചെറുപ്പത്തിലെ നാം കവി പറഞ്ഞതുപോലെ ഒന്നഫ്സു കത്തിഫിൽ ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഇ വ ഇൻ തഫ്തിമുഹു യംഫതിമി ഫസ്രിഫ് ഹവാഹ വഹാദിർ അൻ തുവല്ലിയഹു ഇന്നൽ ഹവാ മാ തവല്ല യുസ്മി ഔ യസ്മി. ഒന്നഫ്സു കത്തിഫിൽ, മനുഷ്യ ശരീരം കുട്ടികൾ, ആൺകുട്ടികൾ, നമ്മുടെ ചെറിയ ചെറിയ കുട്ടികളെ പോലെയാണ്. കുട്ടികളുടെ സ്വഭാവം എന്താണ്? കുട്ടിപ്രായത്തിൽ മുല കൊടുക്കുന്ന വേളയിൽ കുട്ടിക്ക് 2 വയസ്സായി കഴിഞ്ഞാൽ ഉമ്മ ചെന്യായം പോലത്തെ കൈപ്പുള്ള സാധനം മുലയിലേക്ക് പുരട്ടിയും കൊണ്ട് കുട്ടിയെ ദൂരപ്പെടുത്തുമ്പോൾ കുട്ടി ദൂരപ്പെടുന്നു. ഇനി വേണ്ട എന്ന് വെച്ചാലോ കുട്ടി 10 വയസ്സായാലും നടന്നു കുടിക്കും, കുടി നിർത്തൂല. എന്നതുമാതിരിയാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തെ കുട്ടികളെ നാം വളർത്തുന്നത് പോലെ നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങളിപ്പോൾ ഇന്ന് കുറേ പല ആൾക്കാരും പല തടസ്സങ്ങളുണ്ട്. പല ആൾക്കാരും പറയും എൻ്റെ കൂടെ ഞാൻ പെട്ടുപോയി മൗലവി, എൻ്റെ കൂടെ അതിഥികൾ ഉണ്ടായതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഞാൻ പണ്ട് കാലഘട്ടത്തിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ അതിഥികളെ കൂട്ടി വരണം. അതിഥികളുണ്ടായാലും എന്താ പ്രശ്നം? അതിഥികൾക്ക് മദീനയിലേക്കും മക്കയിലേക്കും വരുന്ന അതിഥികൾക്ക് നിങ്ങൾ ഊട്ടുന്നതായ നല്ല സദ്യ എന്താണ്? ബിരിയാണി അല്ല, നല്ല സദ്യ ഈ നാട്ടിനെ കുറിച്ച് പരിചയപ്പെടുത്തലാണ്. അവർ വന്നതായ ഹജ്ജ് ഉംറ ക്ലിയറാക്കാൻ, സിയാറത്ത് ക്ലിയറാക്കാൻ അവർക്ക് അതിനുള്ള മാധ്യമങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതാണ് അവർക്ക് വേണ്ടത്. അവർ മരണം വരെ അവർ മറക്കൂല. ഇവിടുന്ന് നല്ല നല്ല കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇനി അവരുടെ ദൃഷ്ടിയിൽ നല്ലതെല്ലാം തോന്നിയാലും കേൾക്കുന്നത് നല്ലതാണെങ്കിൽ, തൗഹീദാണെങ്കിൽ, സത്യമാണെങ്കിൽ, യാഥാർത്ഥ്യമാണെങ്കിൽ, ഖുർആനാണെങ്കിൽ, സുന്നത്താണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവർ ഓർക്കും. അവർക്ക് അള്ളാഹ് ഹിദായത്ത് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പണ്ട് മദീനയിൽ നിന്നിട്ട് കേട്ടല്ലോ ഈ ശബ്ദം, മദീനയിൽ നിന്നിട്ട് കേട്ടല്ലോ ഈ കാര്യം, അവിടെ നിന്ന് എന്നെ സിയാറത്ത് ചെയ്യിപ്പിച്ചതായ സുഹൃത്തിൽ നിന്നിട്ട് തോന്നിവാസവും അനാചാരമൊക്കെ പാടില്ല എന്ന് ഉഹദ് പൊറുക്കളത്തിൻ്റെ പരിസരത്തിൽ വെച്ച് പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നത് കേട്ടു. അതാണല്ലോ ശരി, അതാണല്ലോ ഇവിടെ പണ്ഡിതന്മാരിപ്പോൾ പറയുന്നത്, അതാണല്ലോ ഞാൻ അംഗീകരിക്കേണ്ടത്. എനിക്കും വേണമല്ലോ മെരിക്കൽ, അതുകൊണ്ട് മെരിക്കാൻ ഒരുങ്ങണമല്ലോ. അതുകൊണ്ട് ഒറിജിനൽ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊണ്ട ആളായി ജീവിച്ചിട്ടില്ലെങ്കിൽ അപകടത്തിൽ പെടുമല്ലോ. ഈ റിസൾട്ടിലേക്ക് അവർക്ക് എത്താനുള്ളതായ ഒരു മാർഗമായി മാറും നമ്മുടെ പ്രയത്നം, നമ്മുടെ പരിശ്രമം, നമ്മുടെ 1-2 വാക്കുകൾ, നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരലുകൾ. എനിക്ക് പരിചയമുണ്ട്. ഇവിടെ നമ്മുടെ ക്ലാസ് മെമ്പർമാരായിരുന്ന 10, 20, 30 കൊല്ലം മുമ്പൊക്കെ ഇവിടെ ജീവിച്ച ഡോക്ടർമാര്, എഞ്ചിനീയർമാർ പലരും വീട്ടിൽ സദ്യ ഉണ്ടാക്കും. അവരെ ക്ലാസ്സിലേക്ക് കിട്ടൂല. അതുകൊണ്ട് അവർ കുറച്ച് കാശ് ചെലവാക്കിയാലും വിരോധമില്ല. ഞാൻ ഇപ്പോഴും അവരെ ഓർക്കുന്നു. അവർക്കൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ജീവിതത്തിൽ അള്ളാഹു നല്ല സമ്പന്നം നൽകട്ടെ. അവർക്കെല്ലാം അവർ പലരും നാട്ടിലാണിപ്പോൾ. അവർക്ക് ഇസ്ലാമിക രംഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് സത്യത്തെ പ്രചരിപ്പിക്കാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കട്ടെ. അവരൊക്കെ എന്താ ചെയ്യുക? ആജിമാര് ചിലപ്പോൾ 10 പേര്, ചിലപ്പോൾ 20 പേര്, 10 പേര് നാട്ടുകാരെയൊക്കെ എന്ത് ചെയ്യും? അവരുടെ കാശ് ചെലവാക്കിയിട്ട് സദ്യ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോകും. എന്തിനാണ്? ഇവനെ വിളിക്കാൻ. എന്നിട്ട് കൂട്ടത്തിൽ ഇവനെയും വിളിക്കും. മൗലവി, നിങ്ങളുടെ ക്ലാസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചു, വിജയിച്ചില്ല, അല്ലെങ്കിൽ അത് പരിശ്രമം നടന്നില്ല, നിങ്ങളൊന്ന് ദയവായിട്ട് വരണം. അങ്ങനെ ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ കുറച്ച് നമ്മുടെ മുമ്പിലുള്ളതായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉപരിപഠനം നടത്താൻ വേണ്ടി വന്ന പണ്ഡിതന്മാരെ പോലെ യുവാവാണല്ലോ. അപ്പോൾ ഞാനും പോയി കൊടുക്കും. മനസ്സിലായില്ലേ? അതോടുകൂടി അവർ കാത് മുളച്ചതിന് ശേഷം കേൾക്കാത്ത പലരും അവർക്ക് കേൾക്കാനും പഠിക്കാനും ചുറ്റുപാട് ലഭിക്കും. മഹാഭാഗ്യമല്ലേ, മഹാനേട്ടമല്ലേ? അതുകൊണ്ട് പലരും കാരണം പറയാറുണ്ട്, അതിഥികൾ വന്നുപോയി, അതുകൊണ്ട് ഞാൻ മുടങ്ങിപ്പോയി. അതിഥികളെയും കൂട്ടി വന്നാൽ മതി, പ്രശ്നം തീർന്നല്ലോ. സഹോദര സഹോദരിമാരെ, അപ്പോൾ പറഞ്ഞു വരുന്നത് ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള കബീഹായ പ്രവർത്തനത്തിൽ ഒന്നായിട്ടാണ് റസൂലുള്ള നിങ്ങൾ ഈ കേൾക്കുന്ന ഹദീസിൽ എണ്ണിയത്. എന്തിനെ? ഹാർമോണിയങ്ങളും മ്യൂസിക്കുകളും ഉൾക്കൊള്ളുന്നതായ വിനോദങ്ങളെ, സംഗീതങ്ങളെ. അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ വതദ്ഹകൂന വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. എല്ലാവർക്കും പരിചയമുള്ള സൂറത്തുൻ നജ്മിന്റെ സമാപനത്തിലുള്ളതായ ആയത്താണല്ലോ. നിങ്ങൾക്ക് മക്കക്കാരോട് ചോദിക്കുകയാണ്, മക്കയിലിറങ്ങിയ ആയത്താണ്, മക്കയിലിറങ്ങിയ സൂറത്താണ്. അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ. ഈ ഖുർആനിന്റെ ഈ അത്ഭുത ഈ ഗ്രന്ഥം നിങ്ങൾ കേട്ടിട്ട്, ശബ്ദം കേട്ടിട്ട് അവർക്ക്
അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായ ലോകാത്ഭുത ഗ്രന്ഥമാണല്ലോ ഇത് കേൾക്കുമ്പോൾ അവർക്ക് ആസ്വാദനമാണ്, അവർ കട്ടുകേൾക്കലാണ്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, നിങ്ങളിത് കേട്ടിട്ട് അത്ഭുതപ്പെടുകയാണോ? ഓ തദ്ഹക്കൂന, എന്നിട്ടും നിങ്ങൾ ചിരി നിർത്തുന്നില്ലേ? വലാ തബ്കൂൻ, എന്നിട്ടും നിങ്ങൾ കരയാതിരിക്കുന്നില്ല. കരയേണ്ട സമയമായിട്ട് കരയാതെ നിങ്ങൾ ഇരിക്കാൻ എന്താണ് നിങ്ങളെ പ്രേരിപ്പിച്ചത്? നിങ്ങൾ ചിരിക്കുകയാണോ? എന്തുകൊണ്ട് നിങ്ങൾ കരയുന്നില്ല? തദ്ഹക്കൂന വലാ തബ്കൂൻ, നിങ്ങൾ കരയുന്നില്ല, നിങ്ങൾ ചിരിക്കുകയാണോ ചെയ്യുന്നത്? എന്നിട്ട് പിന്നെ അവർ കാട്ടുന്ന, അഥവാ ഇസ്ലാമിനെതിരിൽ ഖുർആനെ തമാശയാക്കാൻ, കളിയാക്കാൻ അവർ ഉപയോഗിച്ച ശൈലിയാണ് അൻതും സാമിദൂൻ. അവര് പാട്ട് കച്ചേരി, മ്യൂസിക്, ഹാർമോണിയങ്ങൾ, അന്നത്തെ കാലഘട്ടത്തിലുള്ളതായ അതേ അസ്ഫുണ്ടല്ലോ, മിസ്മാർ എന്ന് വേണമെങ്കിൽ പറയാം. മിസ്മാർ അതൊക്കെ ഉപയോഗിക്കലാണ് പണ്ട് തന്നെ. ഇന്ന് വരെ ഞാൻ പറയാറുണ്ട്, അമേരിക്കയിലും വലിയ വലിയ വേൾഡിൽ പേര് കേട്ടതായ സമ്മേളന ഹാളുകളിൽ പാട്ട് കച്ചേരി നടത്തുമ്പോൾ അവിടെ സംഭവിക്കുന്ന സംഭവത്തെക്കുറിച്ച് ഇവിടെ അറബ് രാഷ്ട്രത്തിൽ പത്രത്തിൽ പരസ്യം വരികയാണെങ്കിൽ അസ്ഫ് മആസിഫ് എന്ന പദമാണ് ഉപയോഗിക്കുക. അസ്ഫ് മആസിഫ്. ഇത് തന്നെയാണ് റസൂലുള്ളാഹി 400 കൊല്ലം ഉപയോഗിച്ചത്. ശരിയല്ലേ? അപ്പോൾ ഞാനെന്താ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതവുമായിട്ട് തുറച്ചു കാണേണ്ട, ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഇടയിൽ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്ത്? മ്യൂസിക്, ഹാർമോണിയങ്ങളൊക്കെ നമ്മുടെ ജീവിത രീതിയായി മാറിയിരിക്കുകയാണ്. അത് ഒഴിവാക്കാൻ പറ്റാതെയായി മാറിയിരിക്കുകയാണ്. അത് തരക്കേടില്ല എന്നുള്ള അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഏത്? മുൻകർ മഅറൂഫും മഅറൂഫും മുൻകറുമാകുമെന്ന് റസൂൽ പറഞ്ഞല്ലോ. അതുപോലെയാണ് തെറ്റ് വ്യാപകമായപ്പോൾ അത് പിന്നെ അത് തന്നെയാണ് സത്യം എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പോയിരിക്കുകയാണ്. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ സാമിദൂൻ എന്ന പദത്തിന് മുഫസ്സിറുകൾ നിന്നിട്ട് പലരും അത് എന്താണ്, ബാൻഡടി, പാട്ട് കച്ചേരി, മ്യൂസിക്കുകൾ, ഹാർമോണിയങ്ങൾ, അതിനുള്ള മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതായ ആ സംഗീതത്തിൻ്റെ പേരാണ് സാമിദൂൻ എന്നത് ചില അറബി ഭാഷയുടെ സഹായത്തോടു കൂടി അർത്ഥം വെച്ചവരുണ്ട്. എന്നാൽ അപ്രകാരം തന്നെ സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതായ ഹദീസ് അത് സഹീഹായ ഹദീസാണ്. അതിനെ ഇമാം മുസ്ലിമിൻ്റെ ഷർത്തൊത്തതാണ് എന്ന് ഹാക്കിം പറഞ്ഞിട്ടുണ്ട്. ദഹബി അംഗീകരിച്ചിട്ടുമുണ്ട്. പണ്ഡിതന്മാർക്ക് അറിയാവുന്ന ശൈലിയാണത്. അതുപോലെ തന്നെ വഅൻതും സാമിദൂൻ എന്ന പദത്തിന് ഞാൻ ഉപയോഗിച്ചതായ അർത്ഥം അതും ഇബ്നു അബ്ബാസിൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടുതാനും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അഭിപ്രായമായിട്ടും ഇബ്നുൽ ജൗസിയുടെ അപ്രകാരം ഖുർത്തുബിയുടെ, ഇബ്നുൽ ഖയ്യിമിൻ്റെ അഭിപ്രായമായിട്ട്